രാം നാരായൺ രാം. നിങ്ങൾ വെറും വാക്ക് ഓർത്തെടുക്കുന്നു, പക്ഷേ അത് അകത്തേക്ക് തുടർച്ചയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മനസ്സ് ഒരു പെൻഡുലം പോലെ ആണ്. ഇതിനെ ഓർത്തു തുടരുക. ഒരിക്കൽ ഇവിടെ, ഒരിക്കൽ അവിടെ. ഇത് ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു, അതിനാൽ എല്ലാം ശരിയായി നടക്കുന്നു. അകത്തേക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കേണ്ട ആവശ്യമില്ല. വെറും ടിക്ക് ടിക്ക് ശബ്ദം മതിയാകും. ഇന്നത്തെ കാലത്ത് ഈ മന്ത്രം ഒരു ബിസിനസ്സായി മാറിയിരിക്കുന്നു. ഈ മന്ത്രത്തിൻ്റെ ആനുകൂല്യം ഉപയോഗിച്ച് ജാതിഭേദം വർദ്ധിപ്പിക്കപ്പെട്ടു, രാജ്യം തകർക്കപ്പെട്ടു. ഈ മന്ത്രം ഉപയോഗിച്ച് ചിലർ ഗുരുക്കന്മാരായി മാറി മതനീതിയിൽ അതിൻ്റെ വ്യാഖ്യാനം ഉപയോഗിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അതിലൂടെ അനുസരണക്കേട് വ്യാപിക്കുന്നു. ഞാൻ ഈ മന്ത്രം പ്രചരിപ്പിക്കാൻ ഇവിടെ വന്നതല്ല. ഞാൻ വെറും സ്നേഹം ആഗ്രഹിക്കുന്നു. ആരായാലും എങ്ങനെ വരികയോ അവർക്കനുസരിച്ച് ഞാൻ ഈ മന്ത്രം സ്ഥാപിക്കുന്നു. നിരവധി പേർ രോഗശാന്തിക്കായി വരുന്നു. അവരെ എണ്ണാനാകില്ല. ആശുപത്രിയിലേക്ക് പോകുന്നവരെക്കാൾ കൂടുതലാണ് അവരുടെ എണ്ണം. എല്ലായിടത്തും രോഗം, ദുർഘടങ്ങൾ, വേദനകൾ വ്യാപിച്ചിരിക്കുന്നു. ആരായാലും എങ്ങനെ വരികയോ അവരുമായി അങ്ങനെ ചേരുകയും ഈ മന്ത്രം അതിൻ്റെ സത്യാവസ്ഥ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഈ മന്ത്രം എല്ലാ നിദ്രാവസ്ഥയിലുള്ള ശക്തികളെ ഉണർത്തും. ഈ മന്ത്രം ആണ് ലോകവും പ്രകൃതിയും പ്രവർത്തിക്കുന്ന ശബ്ദം. നാം ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും എല്ലാ സമയത്തും അതിനെ ഓർക്കും.